ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പൊട്ടാറ്റോ ലോലിപോപ്പ് റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പൊട്ടാറ്റോ ഇനി ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ 3 എണ്ണമാണ് ഞാൻ ലോലിപോപ്പിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങ് ഇനി നന്നായി ഒന്ന് നൈസായി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഉരുളൻകിഴങ്ങ് നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് മല്ലിയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയിലെയും പൊട്ടാറ്റോയിലെയും വെള്ളം കൂടുതൽ ഇറങ്ങും, അതുകൊണ്ടാണ് ഉള്ളി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായി കുഴച്ചതിന് ശേഷം കുറച്ചുകൂടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ബാറ്ററാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോലിപോപ്പിനായിട്ടുള്ള ബോൾസ് തയ്യാറാക്കിയെടുക്കാം. ചെറിയ ബോൾസുകളാക്കിയെടുത്ത് മൈദമാവിൽ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ടിത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ബോൾസുകളാക്കി മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഞാനിതുപോലെ ബോൾസുകളാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത ഈ ബോൾസുകളെല്ലാം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ഇട്ട് വെച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം. പൊട്ടാറ്റോ ലോലിപോപ്പിനായിട്ടുള്ള ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോ ബൗൾസായി ഇട്ട് കൊടുക്കാം. ബോൾസ് ഇട്ട് കൊടുത്ത പാടെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കരുത്. ബോൾസ് എല്ലാം ഒന്ന് വേവായതിന് ശേഷമേ ഇത് കോരിയെടുക്കാൻ പാടുള്ളൂ. ബോൾസ് എല്ലാം ഒരു മീഡിയം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പതുക്കെയാണ് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ബോൾസ് എല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരിയെടുക്കാം. ബോൾസ് എല്ലാം പതുക്കെ ഒന്ന് കോരിയെടുക്കാം. ഇത് ഉടഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബൗൾസ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാ ബോൾസുകളും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ലോലിപോപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ലോലിപോപ്പാണ്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സ് കൂടെയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ പൊട്ടാറ്റോ ലോലിപോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എൻ്റെ ഈ എളിയ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.